ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിസാമാസ് ഫുഡ് ആൻഡ് ടിപ്സ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് സ്പെഷ്യൽ കുനാഫയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിൽ ഞാൻ ക്രീമോ ചീസോ ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള 4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പം എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇന്നത്തെ ഈ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പം ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം അതിനു മുമ്പിട്ട് എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും ഈ ക്രിസ്മസ് ദിവസങ്ങളിൽ ഈ ഒരു കുനാഫ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാം സേമിയ ആണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പം റോസ്റ്റ് ചെയ്തതാണ്. അപ്പം വറക്കാത്തതാണെങ്കിലും നമുക്ക് ജസ്റ്റ് വറുത്താൽ മതി. വറുത്തതാണ് റോസ്റ്റ് ചെയ്തതാണെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് നെയ്ക്കകത്തിട്ട് അല്ലെങ്കിൽ ബട്ടറിനകത്തിട്ട് വറുത്തിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പാൻ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെർമിസെല്ലി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം 400 ഗ്രാം ആണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഇതിലേക്ക് ഞാൻ പിന്നെ കുറച്ച് നെയ്യ്, അതായത് ഒരു 4 ടീസ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ട്. 4-5 ടീസ്പൂൺ ചേർക്കാം. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർക്കാം, ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം എല്ലാ വെർമിസെല്ലിയിലും ആ നെയ്യ് ഒന്ന് പെരണ്ട് വരണം. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്കിതൊരു 4 മിനിറ്റ് ആണ് മൊത്തത്തിൽ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പം നമുക്ക് ആദ്യം ഒരു 3 മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3-4 പിസ്തയും 1-2 ബദാമും കൂടെ ഞാൻ ആഡ് ചെയ്തുതരാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, എന്ത് വേണേലും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് സേമിയ ഇത് നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടണം. ഒന്ന് അതിൻ്റെ ആ പച്ച ഇതൊക്കെ ഒന്ന് മാറി നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് മതിയാവും. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്യേണ്ടതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 3 മിനിറ്റ് ഏകദേശം ആയിരിക്കുകയാണ്. അതിൻ്റെ ഷെയ്ഡ് കണ്ടില്ലേ, കുറച്ചൊന്ന് മാറി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കപ്പാണ് കേട്ടോ. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് എടുക്കാം. അപ്പം ഞാൻ 400 ഗ്രാം എടുത്തത് കൊണ്ടാണ് 1/2 കപ്പ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതും കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. 1 മിനിറ്റ് കൂടെ നമുക്ക് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പം ഇതെല്ലാം ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. അപ്പം ഇത് നമ്മൾ ഏത് പാത്രത്തിനകത്താണോ നമ്മളിത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഒന്ന് തടവി കൊടുക്കണം. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ഈ വെർമിസെല്ലി ഇട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിലെല്ലാം നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. ഈ വരാൻ വേണ്ടിയിട്ടാണ് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർക്കുന്നത്. ആയിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ വെർമിസെല്ലി അതിൻ്റെ ഹാഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി ഹാഫ് നമുക്ക് പിന്നെ വേണം, അതിൻ്റെ മണ്ടയിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റെ പകുതി എടുത്ത് ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. സ്പൂണും കൊണ്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. എന്നിട്ട് പിന്നെ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒന്ന് പ്രസ്സായിട്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇളകിപ്പോരും. അപ്പോൾ ഇത് പഞ്ചസാരയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് അത് പ്രസ്സായി ഇരുന്നോളും. നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ചൂടോട് തന്നെയാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്പൂണും കൊണ്ട് പറ്റത്തില്ല എങ്കിൽ നമുക്ക് ഒരു കപ്പോ അല്ലെങ്കിൽ ഗ്ലാസ്സോ വല്ലതും അടിവശം നല്ല ഫ്ലാറ്റായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും നല്ലതായിട്ട് പ്രസ്സായിരുന്നുള്ളൂ. കണ്ടോ, ഇങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം. നല്ലതായിട്ട് നമുക്ക് പ്രസ്സായി കിട്ടണം. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ക്രീം ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് 7 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പം സ്റ്റൗ ഓണാക്കാതെ കൗണ്ടർ ടോപ്പിൽ വെച്ചാണ് ഞാനിതിപ്പം ഇടുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് വേണം. 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇത് ആദ്യമേ നമ്മൾ സ്റ്റൗ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഫ്ലവർ ഒക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അടി പിടിക്കും. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവറും ഒരു അല്പം പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ആഡ് ചെയ്താലും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം. അപ്പം ഞാൻ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൈ എടുക്കാതെ വേണം ഇളക്കാൻ. ഇനി നമുക്ക് നല്ലതായിട്ട് ഇത് കുറുകി വരണം, അതുവരെ നമ്മളൊന്ന് ഇളക്കണം. അപ്പം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട്. അപ്പം ഇതിലേക്ക് ഞാൻ വീണ്ടും ഒരു 7 ടേബിൾ സ്പൂണ്
പഞ്ചസാരയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയിട്ട് വേണം മധുരം ചേർക്കാൻ. പാല് ഒരല്പം എടുത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എത്രത്തോളം വേണമെന്ന്. അപ്പം അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് ഇനി ഇപ്പം ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പം ഇത് നല്ലതായിട്ട് ഒരു തിക്കായിട്ട് വരുന്നുണ്ട്, നല്ല കണ്ണാടി പോലെ ആവുന്നുണ്ട് കണ്ടോ. അപ്പം ഇത് ഒരു കുറച്ചുകൂടെ ആവാനുണ്ട്. അപ്പം ഇത് നല്ലതായിട്ട് ഇപ്പം കുറുകി വന്നിട്ടുണ്ട്. ഞാനിപ്പം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് തണുക്കാനായിട്ട് വെക്കണം. ഒരുപാട് അങ്ങ് തണുക്കണ്ട, ചെറിയൊരു ചൂട് വേണം. ഈ പരുവമാണ് നമുക്ക് വേണ്ടത്. ഒരു ക്രീമി ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇനി നമുക്ക് ഇതിനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ വെർമിസെല്ലിൻ്റെ മണ്ടയിലേക്ക് ഇനി ഈ ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ചെറിയ ചൂടോട് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ 400 ഗ്രാം എടുത്തത് കൊണ്ടാണ് ഇത്രയും വന്നത്. നിങ്ങൾക്ക് ഇതിലെ അളവ് കുറയ്ക്കാം. ഫുള്ളായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന വെർമിസെല്ലിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പം ഞാൻ ഫുള്ളായിട്ടിപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നിരപ്പാക്കി കൊടുക്കാം. കൊണ്ടുവല്ലോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് 6-7 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പം നമ്മൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്നെല്ലാം എടുത്തു. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം നമ്മൾ ഇത് കൂടുതൽ അങ്ങ് തിക്കാവത്തൊന്നുമില്ല, നല്ലൊരു ക്രീമി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ടും കുറച്ച് ഒരല്പം പിസ്തയും ബദാമും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒത്തിരി നമുക്ക് വേണ്ട, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഇത് നമുക്കിനിയും കട്ട് ചെയ്യാം. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വേറൊരു കുറച്ച് ബൗളിനകത്ത് എടുത്തിട്ടാണ് ഞാനിതിപ്പം ഒരു പ്ലേറ്റിലേക്ക് എടുത്തിരിക്കുക. അപ്പം നമുക്കൊരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇല്ല നിങ്ങൾക്ക് സ്ക്വയറായിട്ട് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്വയറായിട്ട് തന്നെ എടുക്കാം. കുനാഫ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇത് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇത് നല്ലതാണ്, സേമിയൊക്കെ ഇടയ്ക്ക് കടിക്കാനൊക്കെ ഉള്ളത് കണ്ടില്ലേ. നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് അതിന്. അപ്പം ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ക്രിസ്മസ് ദിവസങ്ങളിൽ നിങ്ങൾ അല്പം ഒരു മധുരം ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ ഇനി അടുത്ത പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ എൻ്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.